രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, കേരളത്തിൽ വലിയ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ബഹളങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ഇതിനിടയിൽ കഴിഞ്ഞ കുറേ നാളുകളായി കെ ടി ജലീൽ ഇങ്ങനെ നിരന്തരം പി കെ ഫിറോസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പി കെ ഫിറോസ് തിരികെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് ജോബ് വിസ ഉണ്ടാവുന്നത് എന്നൊരു പ്രസക്തമായ ചോദ്യം വായുവിൽ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ജലീൽ പറയുന്ന ഈ കാര്യങ്ങൾ അത് എത്രത്തോളം ബോധ്യപ്പെടുന്നതാണ്? അങ്ങ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? അപർണ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ച കാര്യം, അതായത് ഇനി പ്രതിരോധിക്കണമെങ്കിൽ ഫിറോസ് നേരിട്ട് പ്രതിരോധിക്കട്ടെ എന്ന രീതിയിൽ ലീഗ് നിൽക്കുകയാണെങ്കിൽ ആ ആരോപണങ്ങളിൽ ലീഗിന് പ്രതിരോധിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത് സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിവിരോധത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് കെ ടി ജലീലും പി കെ ഫിറോസും മുൻപ് ഈ പറഞ്ഞ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്ന ഒരാളാണ് കെ ടി ജലീൽ. പിന്നീട് അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് CPM അല്ലെങ്കിൽ അദ്ദേഹം ആ പാർട്ടി വിടുന്നു. പിന്നീട് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, ജയിക്കുന്നു. ഇപ്പൊ പി കെ ഫിറോസ് എന്ന് പറയുന്ന ആള് ഈ പറഞ്ഞ യൂത്ത് ലീഗിന്റെ അതേ പദവി വഹിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കെ ടി ജലീൽ ശക്തമായ ആരോപണങ്ങളായിട്ട് രംഗത്ത് വരുന്നു. വാസ്തവത്തിൽ ഇത് രണ്ട് പാർട്ടികൾക്കെതിരെയുള്ള ഒരു ആരോപണത്തിന്റെ അപ്പുറത്തേക്ക് കെ ടി ജലീൽ എന്ന് പറയുന്ന വ്യക്തിയും പി കെ ഫിറോസ് എന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങളായിട്ട് വരുന്നു. ഇതിനകത്ത് കെ ടി ജലീൽ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, പി കെ ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് കേരളത്തിൽ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നു, ലീഗിന്റെ ഏറ്റവും വലിയ വക്താവായി മാറുന്നു, ചാനൽ ചർച്ചകളിൽ നിരന്തരം പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം, നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും വലിയ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരാള് ഈ ജോബ് വിസ ആയിട്ട് അദ്ദേഹം ഗൾഫിൽ 5.5 ലക്ഷത്തോളം രൂപ പ്രതിമാസ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ചെയ്യുന്നു. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ജലീൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇത് രണ്ടും കൂടി ഇവിടെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാള് അതേ സമയത്ത് 5.5 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കിട്ടുന്ന രീതിയിൽ ഗൾഫിൽ ഒരു ജോലി എങ്ങനെ ചെയ്യുന്നു എന്നൊരു ചോദ്യം വരുന്നു. അത് സാധാരണഗതിയിൽ ഇപ്പോ അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് അത്തരത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷെ പി കെ ഫിറോസ് എന്ന് പറയുന്ന നേതാവ് ധാരാളം വ്യക്തിബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹം അസാധാരണ കഴിവുകളുള്ള ഒരു നേതാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സേവനം എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി പോലെയോ ഒരു കൺസൾട്ടന്റ് സേവനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗൾഫിൽ പോയി താമസിച്ചുകൊണ്ട് ആ ജോലി ചെയ്യണമെന്നില്ല. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ആ ജോലി ചെയ്യാം. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ എല്ലാ ജോലികളും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് കാര്യമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അതാത് സ്ഥലത്ത് പോയി ആ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും പോയി ഓഫീസിൽ അറ്റൻഡൻസ് ഒപ്പിട്ട് ജോലി ചെയ്യണമെന്നില്ല. ആ രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാം. പക്ഷെ ഇത് അത്തരത്തിലാണോ ജോലി ചെയ്യുന്നത്, അതോ വേറെ ഏതെങ്കിലും, ഇപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ ഇപ്പൊ CPM തന്നെ പല നേതാക്കളുടെയും മക്കള് രവി പിള്ളയുടെയും യൂസഫ് അലിയുടെയും ഒക്കെ സ്ഥാപനങ്ങളിൽ വൈസ് പ്രസിഡന്റുമാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, കോടിയേരിയുടെ മക്കളടക്കം. അന്നൊന്നും വരാത്ത ആരോപണങ്ങൾ ഇപ്പൊ ഈ ഫിറോസിനെതിരെ വരുമ്പോൾ കെ ടി ജലീൽ ഇത് വലിയ സംഭവമായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത, ഇവിടുന്ന് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വേറെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ രവി പിള്ളയുടെ സ്ഥാപനത്തിൽ ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു? വലിയ തസ്തികയിൽ വലിയ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരൊന്നും അല്ലല്ലോ ശ്രീ ജോർജ് പൊടിപ്പാറ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇതിപ്പോ നമുക്കറിയാവുന്നിടത്തോളം പി കെ ഫിറോസ് കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, വളരെ കാര്യമായ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇപ്പം എനിക്കൊരൊറ്റ മറുപടിയുള്ളൂ, അന്നത്തെക്കാൾ സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടുണ്ട്. അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ ആളുകളൊക്കെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് സാങ്കേതിക വിദ്യ ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട്. ഞാൻ പി കെ ഫിറോസിനെ ന്യായീകരിക്കാൻ എന്റെ കാര്യം എനിക്കില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ രീതിയിലുള്ള ഈ ഡ്യുവൽ റോൾ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അത് വേറൊരു തരത്തിൽ, മറ്റേതെങ്കിലും തരത്തിൽ ദുരുപയോഗിക്കുകയാണ്. അദ്ദേഹം ഇത്രയും ശമ്പളം പറ്റുന്നത് മറ്റെന്തെങ്കിലും അജണ്ടയുടെയോ അല്ലെങ്കിൽ കരാറിന്റെയോ വേറെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ അവർക്ക് ഭരണതലത്തിലോ മറ്റു തലത്തിലോ ചെയ്തു കൊടുത്ത് ആ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണയായിട്ടാണ് ഈ പ്രതിഫലം വാങ്ങുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പി കെ ഫിറോസ് ആര് ചെയ്താലും തെറ്റാണ്. അത് കണ്ടെത്തട്ടെ. പിന്നെ ഈ പൊയ്വടി മാത്രം കെ ടി ജലീൽ ഈ പി കെ ഫിറോസിനെ അവസാനിപ്പിച്ചേ അടങ്ങുമെന്നുള്ള രീതിയിൽ ഒരു
വ്യക്തിവിരോധം പോലെ നിരന്തര ആരോപണങ്ങൾ ഉന്നയിക്കും. പി കെ ഫിറോസ് അതിന് മറുപടിയായിട്ട് കെ ടി ജലീലിനെതിരെ നിരന്തര ആരോപണം ഉന്നയിക്കുന്നു. ഇതൊരുമാതിരി ദുർഗന്ധം വമിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതായത് CPM അതിൽ താല്പര്യമുണ്ടോ? ലീഗ് ഇപ്പൊ പി കെ ഫിറോസ് കെ ടി ജലീലിന് പറയുന്ന മറുപടിയെ കുറിച്ച് ലീഗും വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ സീസൺഡ് ആയിട്ടുള്ള രണ്ട് പൊളിറ്റീഷ്യൻസ് ആണ് ഇവര്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് പൊളിറ്റീഷ്യൻസ് ആണ്. കേരള സമൂഹം അത്യാവശ്യം നന്നായിട്ട് വിലമതിക്കുന്ന രണ്ട് യുവ നേതാക്കളാണ്. ഇവർ ഈ രീതിയിൽ പരസ്പരം വ്യക്തിവിദ്വേഷം അതൊരു തരം പകയായിട്ടും വിഷമോമിക്കുന്ന ആരോപണങ്ങളായിട്ട് മാറുന്നത് ക്വാളിറ്റി രാഷ്ട്രീയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ്. വ്യക്തിപരമായിട്ടുള്ള ആക്രമണമോ വ്യക്തികളെ തേജോവധം ചെയ്യലോ അല്ല നല്ല രാഷ്ട്രീയം. അത് ജലീൽ ചെയ്താലും തെറ്റാണ്, ഫിറോസ് ചെയ്താലും തെറ്റാണ്. ഈ രീതിയിലുള്ള രാഷ്ട്രീയത്തിലേക്ക് കേരളം പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ രണ്ടുപേരും കേരള സമൂഹം വിലമതിക്കുന്ന മനുഷ്യരാണ്. അവർ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള അന്തസ്സുള്ള രാഷ്ട്രീയം ചെയ്യട്ടെ. ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചൊരു പുകമറ സൃഷ്ടിക്കുന്നതല്ലാതെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് ഈ രംഗത്ത് വന്ന് അത് സ്ഥാപിക്കാനും തെളിയിക്കാനും ഉള്ള ആർജവമാണ് ഇവർ രണ്ടുപേരും. ആരോപണങ്ങൾക്കും തെളിവുണ്ടാവട്ടെ, അല്ലെങ്കിൽ അതിനുള്ള മറുപടികൾക്കും തെളിവുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ സംസാരിച്ചതിന്. കെ ടി ജലീൽ Q18 നൽകിയ അഭിമുഖത്തിലാണ് വീണ്ടും പി കെ ഫിറോസിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്.